രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോൾ കനത്ത സുരക്ഷാ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് ഇരച്ചെത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളെ തടയാൻ വൻ പോലീസ് സന്നാഹവും അർദ്ധ സൈനിക വിഭാഗങ്ങളും ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ വീണ്ടും ഒരു കലാപത്തിനോ അരാജകത്വത്തിനോ ആരും ശ്രമിക്കേണ്ട എന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസും ഇതിലൂടെ നൽകുന്നത്. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനെതിരെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ജന്തർ മന്ദറിൽ ഒത്തുകൂടാനാണ് റിസർവേഷൻ ഹഠാവോ ആന്തോളൻ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആഹ്വാനം ചെയ്തത്. 56 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിന്റെ ആഹ്വാനം കേട്ട് രാവിലെ 10 മണി മുതൽ തന്നെ ചെറിയ സംഘങ്ങളായി ആളുകൾ ജന്തർ മന്ദറിലേക്ക് എത്തിത്തുടങ്ങി. മുൻപ് നമ്മൾ വാർത്തകളിൽ കണ്ട ഭീകരബന്ധം വരെ ആരോപിക്കപ്പെടുന്ന CJP എന്ന നിഗൂഢ കൂട്ടായ്മയുടെ അതേ ശൈലിയിലുള്ള സമര സംഘാടന തന്ത്രങ്ങളാണ് ഈ സംഘവും സോഷ്യൽ മീഡിയയിലൂടെ പയറ്റുന്നത്. എന്നാൽ രാജ്യതലസ്ഥാനത്ത് അനുമതിയില്ലാതെ ഇത്തരം നിയമവിരുദ്ധമായ ഒത്തുചേരലുകൾ അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് പോലീസ്. ഈ സമരത്തിന് യാതൊരുവിധ അനുമതിയും നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് ഇന്നലെ തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ന്യൂഡൽഹി ജില്ലയിൽ BNSS വകുപ്പ് 163 പ്രകാരം, അതായത് പഴയ CRPC 144 പ്രകാരമുള്ള നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. 5 അതിലധികം ആളുകൾ കൂട്ടുകൂടുന്നതിനും പ്രകടനങ്ങൾ നടത്തുന്നതിനും ഇവിടെ കർശന വിലക്കുണ്ട്. അതിനാൽ ജന്തർ മന്ദറും പരിസരവും ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വലയത്തിലാണ്. സമരക്കാരെ തടയാൻ എങ്ങും ശക്തമായ ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയാണ്. ഇതിനിടയിൽ സമരത്തിന് പോലീസ് അനുമതി നൽകിയെന്ന തരത്തിൽ ചില വ്യാജ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ആസൂത്രിത നീക്കങ്ങളെ മുളയിലെ നുള്ളാനുള്ള കർശന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങൾ എന്ന പേരിൽ തലസ്ഥാന നഗരിയെ വീണ്ടും ഒരു അരാജകത്വത്തിലേക്ക് തള്ളിയിടാൻ ഭരണകൂടമാരെയും അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകുന്നത്. നിയമാനുസൃതമല്ലാത്ത ഏത് സമരത്തെയും അടിച്ചമർത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്